ബീഫ് വിഷയത്തിൽ ഇരട്ടത്താപ്പുമായി ബി.ജെ.പി. ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ ആവശ്യാനുസരണം മണ്ഡലത്തിൽ നല്ല ബീഫ് ലഭ്യമാക്കാമെന്ന് മലപ്പുറത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ ഉറപ്പ്. ഗുണമേന്മയുള്ള ബീഫ് കടകൾ തുടങ്ങാൻ മുൻകൈയെടുക്കുമെന്നും സ്ഥാനാർത്ഥി എൻ ശ്രീപ്രകാശ് മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ പറഞ്ഞു. ദേശീയതലത്തിൽ ഗോവധത്തിനും ബീഫിനുമെതിരായ നിലപാട് ബി.ജെ.പി. കടുപ്പിക്കുമ്പോഴാണ് മലപ്പുറത്തെ നിലപാട് മാറ്റുന്നതെന്ന് പ്രസക്തമാണ്. കൂടുതൽ വിവരങ്ങളുമായി ലതീഷ് ചേരുകയാണ്. ലതീഷ്, ഏത് സാഹചര്യത്തിലാണ് ശ്രീപ്രകാശിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്? വിവരങ്ങൾ. ജോർജിറ്റ്, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി മലപ്പുറത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എൻ ശ്രീപ്രകാശ് ഇത്തരമൊരു നിലപാട് വ്യക്തമാക്കിയത്. എല്ലാവർക്കും നല്ല ഭക്ഷണം എന്നതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. മോശം ഇറച്ചി വിൽക്കുന്നത് തടയാനാണ് യു.പിയിൽ അറവുശാലകൾ പൂട്ടിയത്. ജയിച്ചാൽ മലപ്പുറത്ത് നല്ല ബീഫ് ലഭ്യമാക്കാനുള്ള സാഹചര്യം ഒരുക്കും. പശുവിനെ അറക്കുന്നത് രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും നിയമം മൂലം നിരോധിച്ചത് കോൺഗ്രസ് സർക്കാരുകളാണെന്നും എൻ.ഡി.എ സ്ഥാനാർത്ഥി ശ്രീപ്രകാശ് പറഞ്ഞു. നിയമത്തിൽ നിന്നുള്ള പരിഷ്കാരങ്ങളാണ് ബീഫ് വിഷയത്തിൽ നടപ്പാക്കുക എന്നാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി ശ്രീപ്രകാശ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഗുണമേന്മയുള്ള ബീഫ് വില കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകുമെന്നും മലപ്പുറത്ത് ബീഫ് കടകൾ അടച്ചിടുന്ന സാഹചര്യം ഉണ്ടാകില്ല താൻ ജയിച്ചാൽ എന്നുമുള്ള വാഗ്ദാനമാണ് അദ്ദേഹം ഇന്നലെ നടത്തിയ മീറ്റ് പ്രസ് പരിപാടിയിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ലതീഷ്, ബി.ജെ.പിയുടെ ബീഫ് നയം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഉത്തർപ്രദേശിലടക്കം അവർ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി നൽകിയത് അറവുശാലകൾ അടപ്പിക്കും എന്നായിരുന്നു. എന്നാൽ അതിന് നേരെ വിപരീതമായാണ് മലപ്പുറത്ത് അവർ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ബീഫ് വിതരണം ചെയ്യുമെന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി തന്നെ ഇപ്പോൾ നൽകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എങ്ങനെ കാണാനാകും? അറവുശാലകൾ പരിഷ്കരിക്കുമെന്നുള്ള ഒരു വാക്കും അതേപോലെ തന്നെ നിയമത്തിൽ നിന്നുള്ള പരിഷ്കാരങ്ങളാണ് എൻ.ഡി.എ നടപ്പാക്കുക അല്ലെങ്കിൽ ബി.ജെ.പി നടപ്പാക്കുക എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. നിയമം മൂലം നിരോധിക്കപ്പെട്ട സ്ഥലങ്ങളാണ് പല സ്ഥലങ്ങളിലും ഉള്ളത്. അതായത് വേണ്ടത്ര വൃത്തിയില്ലാത്ത അറവുശാലകളാണ് പല സംസ്ഥാനങ്ങളിലും പല സ്ഥലങ്ങളിലും പൂട്ടിയത്. അല്ലെങ്കിൽ മോശം ഇറച്ചി വിൽക്കുന്ന സാഹചര്യം തടയാനാണ് യു.പി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരം നിലപാട് അവിടെയുള്ള ബി.ജെ.പി സർക്കാരുകൾ സ്വീകരിച്ചത് എന്ന ഒരു ന്യായം കൂടി അദ്ദേഹം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. എന്തായാലും മലപ്പുറത്ത് നല്ല ബീഫ് ലഭ്യമാക്കും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഉറപ്പ് പറയുകയും ചെയ്യുന്നു. ഒരുപക്ഷെ സാധാരണക്കാരായ ആളുകൾ, വോട്ടർമാർ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നതും ഇത്തരം ഭക്ഷണ രാഷ്ട്രീയം തന്നെയായിരിക്കും. ബീഫ് ലഭ്യമാകുമോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും തിരിച്ചടി ലഭ്യമാകുമോ എന്നുള്ള തരത്തിലുള്ള ആശങ്കകൾ കേരളത്തിലേക്ക് വരെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഉത്തർപ്രദേശിൽ ഗോവധം നിരോധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഛത്തീസ്ഗഡിൽ ഇപ്പോഴുണ്ടാകുന്ന വാർത്തകൾ പശുവിനെ കൊന്നാൽ തൂക്കിലേറ്റും എന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ സാധാരണക്കാർ ഈ ഭക്ഷണ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിൽ അത് ബി.ജെ.പിക്ക് തിരിച്ചടിയാകും എന്നുള്ള ഒരു കരുതലിൽ നിന്നാണോ ഇത്തരം ഒരു പ്രസ്താവന ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും മലപ്പുറം ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് 70% മുസ്ലിം സമുദായാംഗങ്ങൾ അധിവസിക്കുന്ന ഒരു ലോക്സഭാ സീറ്റാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം വോട്ടുകളിലേക്ക് കൂടി കടന്നു കയറുക എന്ന ഒരു ലക്ഷ്യം തന്നെയാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥിയുടെ ഇത്തരമൊരു പ്രസ്താവനയിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നല്ല ബീഫ് ലഭ്യമാക്കാനുള്ള ഒരു അവസരം മലപ്പുറത്തുണ്ടാകും. വൃത്തിഹീനമായ ബീഫ് സ്റ്റാളുകളാണ് അടച്ചുപൂട്ടുന്നത്. വൃത്തിയുള്ള സാഹചര്യത്തിൽ നല്ല ബീഫ് ലഭ്യമാക്കാനുള്ള സാഹചര്യം മലപ്പുറത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ ബീഫ് സ്റ്റാളുകൾ അടച്ചുപൂട്ടുക എന്ന നയത്തോട് യോജിപ്പില്ല. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ വോട്ടുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം വോട്ടുകൾ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രസ്താവനയായി തന്നെ വേണം ശ്രീപ്രകാശിന്റെ ഈ പ്രസ്താവനയെ കാണാൻ. ശ്രീപ്രകാശിന്റെ ഈ പ്രസ്താവനയോട് മറ്റു രാഷ്ട്രീയ കക്ഷികൾ ഏത് തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്? അത്തരം പ്രതികരണങ്ങളൊന്നും മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഉയർന്നിട്ടില്ല. എന്തായാലും പരമാവധി മുസ്ലിം വോട്ടുകളിലേക്ക് കടന്നു കയറുക എന്ന ലക്ഷ്യം മലപ്പുറത്തും ബി.ജെ.പി മുന്നോട്ട് വെക്കുന്നുണ്ട്. ബി.ജെ.പിയുടെ ദേശീയ തലത്തിലുള്ള മുസ്ലിം മുഖങ്ങളായ രാഷ്ട്രീയ നേതാക്കളെ മലപ്പുറത്ത് എത്തിച്ചുകൊണ്ട് ഇപ്പോൾ മുഹമ്മദ് റിയാസ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്, ഡിവൈഎഫ്ഐ നേതാവ്. ശ്രീ മുഹമ്മദ് റിയാസ്, മലപ്പുറത്ത് ബി.ജെ.പി രാഷ്ട്രീയം മാറ്റിപ്പിടിച്ചിരിക്കുന്നു. മലപ്പുറത്ത് ബീഫ് വിതരണം ചെയ്യാമെന്ന നിലപാടാണ് അവർ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഉത്തർപ്രദേശിലൊക്കെ അറവുശാലകൾ അടപ്പിക്കും എന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ച ബി.ജെ.പിയുടെ ഒരു ഇരട്ടത്താപ്പ് ഈ ബീഫിന്റെ കാര്യത്തിൽ ഇപ്പോൾ മലപ്പുറത്ത് പ്രകടമാകുന്നു. എങ്ങനെ നിരീക്ഷിക്കുന്നു? ഏത് തരത്തിൽ പ്രതികരിക്കുന്നു? ബി.ജെ.പി ഒരു ദേശീയ പാർട്ടിയാണ്. ആ ദേശീയ പാർട്ടി കൃത്യമായി ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ടും ബീഫുമായി ബന്ധപ്പെട്ടും ഒരേ ഒരു നിലപാടുണ്ട്, വൺ ആൻഡ് ഓൺലി സ്റ്റാൻഡ്. ആ സ്റ്റാൻഡ് ഉത്തരേന്ത്യയിൽ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റാൻഡ് ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്
മനുഷ്യന്മാരെ കൊലപ്പെടുത്തുന്നത്. എന്ത് ഭക്ഷിക്കണമെന്നുള്ള പൗരന്റെ അവകാശത്തിൽ കടന്നു കയറി വീട്ടിലുൾപ്പെടെ എന്ത് മാംസമാണെന്ന് പരിശോധിച്ച് ഗൃഹനാഥനെ കൊലപ്പെടുത്തുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായി. അഖ്ലാഖ് അതിന്റെ ഒരു രക്തസാക്ഷിയാണ്. ന്യൂമാൻ അതിന്റെ ഒരു രക്തസാക്ഷിയാണ്. നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഉത്തർപ്രദേശ് എന്ന ഇന്ത്യയിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള സംസ്ഥാനത്ത് തീവ്ര ഹിന്ദുത്വ നിലപാട് വിഷം തുപ്പുന്ന പ്രസംഗങ്ങളിലൂടെ നടത്തുന്ന യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായി ഉടനെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനവും ഈ വിഷയത്തിൽ BJPയുടെ സംഘപരിവാറിന്റെ നിലപാട് എന്ത് എന്നുള്ളത് ഇന്ത്യൻ സമൂഹത്തിന്, ലോക സമൂഹത്തിന് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ബീഫ് എക്സ്പോർട്ടിങ്ങിന്റെ വലിയ നഷ്ടമാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ വേണ്ടി പോകുന്നതെന്നാണ് പുതിയ കണക്കുകൾ വരുന്നത്. വലിയ രീതിയിലേക്കുള്ള കോടികളുടെ നഷ്ടം വരും. BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവും ഒരു വ്യവസായിയുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബീഫ് എക്സ്പോർട്ടിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എന്നുള്ള വിവരവും പുറത്തു വന്നു. അപ്പൊ ഇതിന്റെയൊക്കെ ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇവിടെ മലപ്പുറം തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നപ്പോൾ നിങ്ങൾ പറയുമ്പോൾ മനസ്സിലാകും. അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് കേരളത്തിലെ BJPയുടെ ഇരട്ടത്താപ്പാണ്. കേരളം എന്ന മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. അത് മതനിരപേക്ഷ മണ്ണാണ്. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരും മതരഹിതരായി നിലകൊള്ളുന്നവരും സ്വസ്ഥവും സുഖകരവുമായി ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുള്ള സംസ്ഥാനമാണ് കേരളം. അങ്ങനെയുള്ള കേരളത്തിൽ ദേശീയ തലത്തിൽ സംഘപരിവാറും BJPയും ഉയർത്തുന്ന അപകടകരമായ മതവർഗീയ രാഷ്ട്രീയം പ്രചരിപ്പിക്കുക എളുപ്പമല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇതുപോലൊരു ഉപതെരഞ്ഞെടുപ്പ് അരുവിക്കര നടന്നിരുന്നു. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി ഇപ്പൊ ഇവിടെ പത്രസമ്മേളനം നടത്തിയതുപോലെ അവിടെ സ്ഥാനാർത്ഥിയായത് O രാജഗോപാലായിരുന്നു. അദ്ദേഹം അന്ന് മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ മാലയിട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത്. മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ നാഥുറാം ഗോഡ്സെയുടെ പ്രതിമയിൽ മാലയിട്ട് പ്രചരണം ആരംഭിക്കുമ്പോൾ അരുവിക്കര കേരളത്തിന്റെ ഭാഗമായതുകൊണ്ട് ഇവിടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ മാലയിട്ടുകൊണ്ടാണ് അന്നത്തെ മുഹമ്മദ് റിയാസ് ദയവായി തുടരുക. ഇപ്പോൾ ശ്രീപ്രകാശിന്റെ വാക്കുകൾ കൂടി കേട്ട ശേഷം തിരിച്ചെത്താം. പശുവിനെ അറക്കുന്നത് നിർത്തിയത് BJPയുടെ പരിധിയിൽ കെട്ടിവെക്കേണ്ട. അത് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന പല സംസ്ഥാനങ്ങളും നിർത്തലാക്കിയത് കോൺഗ്രസ് പാർട്ടി അധികാരത്തിലിരിക്കുമ്പോഴാണ്. അങ്ങനെ കോൺഗ്രസ് പാർട്ടിയും BJPയും അധികാരിക്കുന്ന സ്ഥലത്ത് അത് നിർത്തലാക്കിയിട്ടുണ്ട്, നിയമം പരിഷ്കരിച്ചിട്ടുണ്ട്, അതൊന്നും സംശയമില്ല. പക്ഷേ ബീഫ് കഴിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റ് അറവുശാലകൾക്കോ യാതൊരു നിരോധനവുമില്ല. ബീഫ് സുഗമമായി കഴിക്കാൻ പറ്റും. ബീഫ് വില കുറഞ്ഞ രീതിയിൽ കൊടുക്കാനുള്ള അവസരം എന്താണ് എന്ന് പരിശോധിക്കും. ബീഫ് കഴിക്കാൻ മാത്രമല്ല, അറവുശാലകളിൽ ആളുകൾക്ക് ബീഫ് വില കുറഞ്ഞ ചെലവ് കുറഞ്ഞ രീതിയിൽ അവർക്ക് കിട്ടത്തക്ക രീതിയിൽ നല്ല ബീഫ് കിട്ടത്തക്ക രീതിയിലുള്ള സംഗതികൾ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടുള്ള എല്ലാ പരിഷ്കാരങ്ങളും മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലുണ്ടാകും. ഞാൻ പറയുന്ന വളച്ചൊടിക്കരുത്. നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട്, നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള എല്ലാ പരിഷ്കാരങ്ങളും, അത് അറവുശാലയാണെങ്കിലും സ്കൂളുകളാണെങ്കിലും ആസ്പത്രികളാണെങ്കിലും എല്ലാ പരിഷ്കാരങ്ങളും ഉണ്ടാവും. മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ മുട്ടോ ഇതിനകത്ത് പറഞ്ഞോ, മുഹമ്മദ് റിയാസ്, നിയമത്തിന്റെ ചട്ടക്കൂടുകളെ കൂട്ടുപിടിച്ചാണ് ശ്രീപ്രകാശ് സംസാരിക്കുന്നത്. നിയമത്തിനനുസൃതമായി ഇവിടെ ബീഫ് വിതരണം ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്തരം നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കുന്ന നിലപാടായിരുന്നു. അതിൽ നിന്ന് തന്നെ ഇരട്ടത്താപ്പ് വളരെ വ്യക്തമാണ്. ഒരുപക്ഷെ സാധാരണക്കാരായ വോട്ടർമാർ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നതും ഇതേപോലെയുള്ള ഭക്ഷണ രാഷ്ട്രീയമൊക്കെ തന്നെയാവും. LDF അടക്കം ഉയർത്തിക്കാട്ടുന്നതും ഇത് തന്നെയാവും. ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായി മാത്രം കണ്ടാൽ മതിയോ? ബീഫ് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ളവർ മാത്രം കഴിക്കുന്ന ഭക്ഷണമല്ല. മതന്യൂനപക്ഷ മുസ്ലിം ജനവിഭാഗം മാത്രം കഴിക്കുന്ന ഭക്ഷണമല്ല. ബീഫ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഭക്ഷിക്കുന്നതാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ പേരിൽ വേർതിരിക്കാൻ പറ്റുന്നതുമല്ല. ഇന്ത്യയിലെ മൊത്തം നോൺ വെജിറ്റേറിയൻ അതിന്റെ പഠനം കൃത്യമായി നേരത്തെ തെളിയിച്ച കാര്യമാണ്. ഏറ്റവും അധികം ഇന്ത്യയിൽ ഭക്ഷിക്കുന്ന ഒരു മാംസം ബീഫാണ്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ അല്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഈ വിഷയം BJP എടുക്കുന്നത്? BJP വിഷയം എടുക്കുന്നത് മതവർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ച് തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ ലാഭം കൊയ്യുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ്. അതവർ ഗുജറാത്ത് പയറ്റി, അതവർ UPയിൽ പയറ്റി, അതവർ ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിൽ പയറ്റി. മഹാരാഷ്ട്രയിൽ സ്ത്രീപീഡനത്തിനുണ്ടാവുന്ന ശിക്ഷയേക്കാൾ അധികമാണ് ഒരു ചെറിയ ടിന്ന് ബീഫ് വെച്ച് പിടിക്കപ്പെട്ടാൽ ഉണ്ടാവുന്ന ശിക്ഷ. അവിടുത്തെ സ്ത്രീകൾ പറയുകയാണ്, ഇന്ത്യയിൽ ഏറ്റവും അധികം സ്ത്രീപീഡനം നടക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. അവിടുത്തെ സ്ത്രീകൾ പറയുകയാണ്, സ്ത്രീയായി ജനിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പശുവായി ജനിക്കുന്നതായിരുന്നു. കാരണം എന്താ?
സ്ത്രീപീഡനത്തിന് ചെറിയ ശിക്ഷയാണെങ്കിൽ അതിന്റെ 4 ഇരട്ടി വർഷം ജയിലിൽ കിടക്കണം ബീഫ് ഒരു ചെറിയ ടിന്ന് കൈവശം വെച്ചാൽ. ഗുജറാത്തിലെ പുതിയ നിയമം നമ്മൾ കണ്ടു. ഇന്ന് BJPയുടെ ഒരു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വന്നിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, പശുവിനെ കൊലപ്പെടുത്തുന്നവനെ ജീവപര്യന്തം ശിക്ഷിക്കല്ല, തൂക്കിലെത്തുന്ന ശിക്ഷ നടപ്പിലാക്കണമെന്ന് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. അപ്പൊ ഇത് BJPയുടെ ഒരു നിലപാടാണ്, BJPയുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. മലപ്പുറത്ത് ഇങ്ങനത്തെ ഗിമ്മിക്കൊന്നും കാട്ടിയത് കൊണ്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയും. കേരളത്തിലെ BJP, ഇന്ത്യയിലെ BJP ഉത്തരേന്ത്യയിലും മറ്റെടുക്കുന്ന നിലപാടെടുക്കാത്തതിന്റെ കാരണം BJPന് കുഴപ്പമില്ല, കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യേകതയാണ്. കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനത്തെ വർഗീയ വിഷം തുപ്പുന്ന നിലപാടുകളെയൊക്കെ ചവിറ്റുകൊട്ടയിൽ തള്ളിയതായി ചരിത്രം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നത്. ഇതൊന്നും വിലപ്പോയില്ല, ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും. പുച്ഛം തോന്നുകയും ചെയ്യും. കേരളത്തിലെ BJP ഘടകത്തോട് പുച്ഛം തോന്നുന്ന നിലപാടുകളാണ് BJP ഇരട്ടത്താപ്പിലൂടെ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ദേശീയ നേതാക്കളൊക്കെ തന്നെ ഇക്കാര്യം അവരുടെ പിന്തുണ കൂടി ഉണ്ടാകില്ലേ ഈ ഒരു ഇരട്ടത്താപ്പ് നയത്തിലൂടെ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനുള്ള ഈ ശ്രമത്തിന് പിന്നിൽ? അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് വൃത്തികേടും നടത്തും. ആളുകളെ കൊല്ലുന്ന വർഗീയ കലാപം സൃഷ്ടിക്കും. മുസഫർ നഗറിൽ നമ്മൾ കണ്ടതാണ്. മുസഫർ നഗർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് പോലും ഒരു കലാപം നടന്നിട്ടില്ല. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോലും ഒരു കലാപം നടന്നിട്ടില്ല. അവിടെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഒരു കാലത്ത് ശക്തമായിരുന്നു. മതനിരപേക്ഷത നല്ല ശക്തിപ്പെട്ട ഒരു പ്രദേശമായിരുന്നു. അവിടെയാണ് കലാപം നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2014 72 സീറ്റ് നിസ്സാര പ്രശ്നം മൂടി വീർപ്പിച്ച് അമിത്ഷായുടെ നേതൃത്വത്തിൽ നടത്തി. ഇത് വോട്ട് തട്ടാൻ വേണ്ടി മനുഷ്യരെ കൊല്ലുന്നവർക്ക് അതിലും വലുതാണോ ഈ ഇതുപോലെ നിലപാട് മാറ്റല്? വോട്ട് തട്ടാൻ വേണ്ടി മനുഷ്യരെ കൊല്ലുകയും മനുഷ്യത്വരഹിതമായ നിലപാടെടുക്കുന്നവർക്ക് എന്തുമായി തോന്നി വിളിച്ചു പറഞ്ഞത്? മുഹമ്മദ് റിയാസ്, ഇപ്പോൾ JR പത്മകുമാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ JR പത്മകുമാർ, മലപ്പുറത്ത് നല്ല ബീഫ് ലഭ്യമാക്കും എന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് കഴിഞ്ഞ ദിവസം ശ്രീപ്രകാശ് വോട്ടർമാർക്ക് നൽകിയത്. ആദ്യം എങ്ങനെ പ്രതികരിക്കുന്നു? ആദ്യം മുഹമ്മദ് റിയാസ് അവസാനം പറഞ്ഞത് കേട്ട് വോട്ട് തട്ടാൻ വേണ്ടി മനുഷ്യരെ മനുഷ്യരെ കൊല്ലാത്ത ഒരു പാർട്ടി എത്ര നേതാക്കന്മാരാണ് ജയിലിൽ കിടക്കുന്നത് കൊലപാതക കേസ് പ്രതികളായിട്ട് ജീവപര്യന്തം നിഷേധിച്ച് കിടക്കുന്നത്? അവിടെ ഇരിക്കട്ടെ, ഈ ഇലക്ഷൻ സമയത്ത് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ പോയെന്ന് വരുന്നത് സ്വാഭാവികമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ബീഫിനെ ഇവിടെ ഈ ഓരോ സംസ്ഥാനത്തിലും ഇതിനെ സംബന്ധിച്ച് നിയമങ്ങളുണ്ട്. ഓരോ സംസ്ഥാനത്ത് അതാത് ഗവൺമെന്റിന്റെ നിലപാടുണ്ട്. കേരളത്തിലെ ബീഫിനെ സംബന്ധിച്ച് നിരോധനമില്ല. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി. പക്ഷേ പശുവിനെ കൊല്ലുന്നവർക്ക് തൂക്കുകാർ കൊടുക്കുമെന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ വക്താക്കൾ ഇവിടെ ബീഫ് വിതരണം ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ് അതിന്റെ അകത്ത് വോട്ടർമാർ നിരീക്ഷിക്കുന്നത്. പശുവിനെ കൊല്ലുന്നവർക്ക് നിയമം പാസ്സാക്കാൻ അവിടുത്തെ ജനങ്ങൾക്ക് തിരഞ്ഞെടുത്ത ഒരു നിയമസഭയിൽ അവരൊരു നിയമം പാസ്സാക്കിയെങ്കിൽ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെങ്കിൽ ഒരിക്കലും നിൽക്കില്ലല്ലോ. അത് ഏത് നിയമം പാസ്സാക്കിയാലും ഇന്ത്യൻ പ്രസിഡന്റ് അടുത്തിയാലും ഇന്ത്യൻ പ്രസിഡന്റ് കൺസെന്റ് കൊടുക്കണം, കൺസെന്റ് കൊടുക്കണം. അതല്ല എങ്കിൽ ആ നിയമം സുപ്രീം കോടതി ചോദ്യം ചെയ്യാം. നിലവിൽ അത് കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമാണെങ്കിൽ ഒരു നിയമവും നിലനിൽക്കില്ലല്ലോ. പക്ഷെ ഒരു കാര്യത്തിൽ ഒരു പാർട്ടിക്ക് രണ്ട് നിലപാട്, രണ്ട് സ്ഥലങ്ങളിൽ രണ്ട് നിലപാട്. ഒരു പാർട്ടിയല്ലല്ലോ സംസ്ഥാനത്തെ നിലപാടെടുത്തത്. ഓരോ കള്ളപ്രചരണങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ. UP-യിൽ ആദിത്യനാഥ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇല്ലീഗൽ സ്ലോട്ടർ ഹൗസ് പൂട്ടുമെന്ന് പറഞ്ഞപ്പോ എല്ലാ സ്ലോട്ടർ ഹൗസും പൂട്ടുമെന്ന് പ്രചരണം വന്നു. അത് പ്രത്യേകിച്ചും ചില ആളുകൾ ഈ വോട്ടർ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളൊരു ഇമ്പോർട്ടൻസ് ഇത് കൊടുക്കേണ്ട കാര്യമില്ല. സ്ഥാനാർത്ഥി അവിടെ ഇലക്ഷൻ സമയത്ത് പറഞ്ഞത് ഇവിടെ ബീഫ് നിരോധനം ഇല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ജയിച്ചു വരികയാണെങ്കിൽ അതിനൊരു തടസ്സം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിൽ എന്താ തെറ്റ്? അതൊരു നയം മാറ്റമൊന്നുമല്ലല്ലോ. ഞങ്ങളാരും ബീഫിനെതിരാണോ? ഞങ്ങൾ കേരളത്തിൽ അങ്ങനെ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ശരിയാണ്. ഇവിടെയും നല്ല ബീഫ് വിതരണം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീപ്രകാശ് പറഞ്ഞത് നല്ല സ്വീകരിക്കുന്നത് ഓരോ നിലപാടെടുക്കുമ്പോഴും ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്നത് ഓരോ നേതാക്കൾ ബീഫിന്റെ കാര്യം മാത്രമല്ലല്ലോ, ഓരോ കാര്യത്തിലും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മുഹമ്മദ് റിയാസോട്ട് ബീഫിന്റെ കാര്യമല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ. മതപാഠശാലകൾ ഹിന്ദു ക്ഷേത്രങ്ങളിൽ തുടങ്ങണം, ദേവസ്വം ബോർഡ് തുടങ്ങണമെന്ന് വർഗീയമായി പ്രഖ്യാപിച്ച ആളുകള് മതപാഠശാല പഠനം നടത്തുന്ന മദ്രാസകളിൽ ആളുകൾക്ക് പലിശരഹിത വായ്പ കൊടുക്കുന്നത് എങ്ങനെയാ? അപ്പൊ ഇത് രണ്ടും വ്യത്യാസമല്ലേ? മതപാഠശാലകൾ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ വർഗീയവും മതേതരത്വ വിരുദ്ധമെന്ന് ദേവസ്വം ബോർഡ് മന്ത്രി പറയുന്ന ഈ ഗവൺമെന്റില് പൊതുബഡ്ജറ്റിൽ നിന്ന് പൈസ എടുത്ത് മദ്രാസകളിൽ മതപഠനം നടത്തുന്ന ആളുകൾക്ക് സൗജന്യ പലിശരഹിത വായ്പ കൊടുക്കാൻ KT ജലീൽ സംസ്ഥാന ഉദ്ഘാടനം നടത്തിയല്ലോ. ഇത് ഇരട്ടത്താപ്പല്ലേ? ഈ രീതിയിൽ കള്ളപ്രചരണങ്ങൾ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പോസിറ്റീവായിട്ട് ഇഷ്യൂസുകൾ ചർച്ച ചെയ്യുന്നതാണല്ലോ നല്ലത്. മുഹമ്മദ് റിയാസ്, അതിന് മറുപടി? അല്ല, മറുപടി ഇങ്ങനെ ഇവർ പലതും പ്രചരിപ്പിക്കും, കുപ്രചരണം നടത്തും. നേരത്തെ ക്ഷേത്രങ്ങൾക്ക് സർക്കാർ സഹായമില്ല, അല്ലെങ്കിൽ ശബരിമല തീർത്ഥാടനത്തിന് സഹായമില്ല എന്നൊക്കെ പ്രചരണം നടത്തിയ ചെലവാവാതെ പോയതാണ്. ഇതൊക്കെ ഇവർ കുറെ നടത്തി. ഇവിടെ വിഷയം എന്താ? വിഷയത്തിലേക്ക് വരട്ടെ. BJP എന്ന് പറഞ്ഞ ഓരോ സംസ്ഥാനത്ത് ഓരോ പാർട്ടിയാ.
കേരളത്തിലെ BJP ഒരു പാർട്ടിയും ഉത്തർപ്രദേശിലെ BJP വേറെ പാർട്ടി, ഹരിയാനയിലെ BJP വേറെ പാർട്ടി, മഹാരാഷ്ട്ര BJP വേറെ പാർട്ടിയാണോ? അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്, അംഗീകരിക്കാം. അപ്പൊ BJPക്ക് ദേശീയ തലത്തിൽ ഒരു നയമുണ്ടല്ലോ. ഖട്ടർ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ ഹരിയാനയിൽ, പെരുന്നാളിന്റെ തലേന്ന് ബിരിയാണി റെയ്ഡ് എന്ന് പറഞ്ഞ അവിടുത്തെ മുസ്ലിം വീടുകളിൽ കയറി ബിരിയാണി റെയ്ഡ് നടത്തിയവരാ. അതിനെക്കുറിച്ച് എന്താ പത്മകുമാറിന്റെ അഭിപ്രായം? അപ്പൊ ഇതുപോലുള്ള വിഷയങ്ങൾ ഇതാ പറയാൻ അനുവദിക്കും. നിങ്ങൾ കയറി ഇങ്ങനെ ഇടയിൽ കയറല്ലേ? നിങ്ങൾ UP-യിലൊക്കെ ഇങ്ങനെ അധികാരത്തിൽ വന്നപ്പോ എല്ലാം തേച്ചൊന്നും കരുതണ്ട. UP ഇലക്ഷൻ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ അവസാന ഇലക്ഷൻ ഒന്നല്ല, തെരഞ്ഞെടുപ്പ് ഇനിയും വരും. ഇന്ത്യ മതനിരപേക്ഷമാണ. നിങ്ങൾക്ക് ചെറിയ ശതമാനം വോട്ടേ കിട്ടിയിട്ടുള്ളൂ ഇന്ത്യയിൽ. ബാക്കിയുള്ളത് ചെതറിയിക്കുന്നുണ്ട് ഞങ്ങൾ പിടിച്ചെടുക്കുന്നത്. ഇവിടെ കോൺഗ്രസിന്റെ കഴിവുകെട്ട നിലപാടാണ് ഞങ്ങളെ സഹായിക്കുന്നത്. തിങ്കളാഴ്ച കോൺഗ്രസ് ആവുന്നവർ ചൊവ്വാഴ്ച BJP-യിലേക്ക് മാറുന്നതുകൊണ്ട് ഞങ്ങൾ പിടിച്ചെടുക്കുന്നത്. ഇവിടെ നിലപാടെടുക്കണം, ശക്തമായ നിലപാട്. ആ ശക്തമായ നിലപാടെടുക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാന. അതുകൊണ്ടാണ് കേരളത്തിൽ നിങ്ങളെ ചെലവാകാത്തത്. കേരളത്തിൽ നിങ്ങളെ ഉത്തരേന്ത്യൻ മോഡലിൽ ഒരു പണി നടക്കാൻ അനുവദിക്കില്ല. അത് മനസ്സിലാക്കി പേടിച്ച് പത്രസമ്മേളനത്ത് വായിത്തോന്നി വിളിച്ചു പറയുന്ന സ്ഥാനാർത്ഥികൾ നിങ്ങളുടെ പാർട്ടിയുടെ അധപതന, നിങ്ങളുടെ പാർട്ടിയുടെ ഇരട്ടത്തപ്പ, നിങ്ങളുടെ പാർട്ടിയുടെ ദ്വമുഖമാണ്. അതാദ്യം തിരുത്താൻ നോക്ക്. JR പത്മകുമാർ, ഒരുപക്ഷെ LDF അടക്കം ഉയർത്തിക്കാട്ടുന്നത് BJP ഉത്തർപ്രദേശിൽ ഗോവധത്തിനടക്കം കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു, ഇത്തരത്തിലുള്ള ബീഫ് രാഷ്ട്രീയം തന്നെയാവും പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിക്കാട്ടുന്നത്. അവരെ പ്രതിരോധിക്കാനുള്ള ഒരു നയത്തിന്റെ ഭാഗമായാണോ ഇവിടെ ബീഫ് വിതരണം ചെയ്യാം, നല്ല ബീഫ് എത്തിക്കാം എന്ന് പറഞ്ഞത്? എന്നോടാണോ ചോദിച്ചത്? അതെ അതെ, JR പത്മകുമാർ. മുഹമ്മദ് റിയാസ് എപ്പോഴും ഈ പ്രചരണം ഈ ചർച്ചകൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള ബാലിഷ്യങ്ങളായ കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ 65ഓളം സീറ്റുകളിൽ ഞങ്ങൾ 5000 മുതൽ 65,000-ഓളം വോട്ട് പിടിച്ചതിന്റെ ആ പൊലിപ്പിലല്ലേ അധികാരത്തിൽ വന്നത്? കേരളത്തിലെ ജനങ്ങൾ ഭൂരിപക്ഷം ഇടതുപക്ഷത്തിൽ വോട്ട് ചെയ്തുകൊണ്ട് അധികാരത്തിൽ വന്നത് ഒന്നുമല്ലല്ലോ. UP-യില് 23% സാക്ഷരത ഉണ്ടായിരുന്ന സമയത്ത് 80 സീറ്റ് കിട്ടിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് 73% സാക്ഷരത ഉണ്ടായിരുന്ന സമയത്ത് എത്ര ഉണ്ട്? അപ്പൊ ഈ കള്ളപ്രചരണങ്ങളൊക്കെ ആളുകൾക്ക് വിവരമുള്ളാവുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഈ മുസ്ലിം സ്നേഹവും മുസ്ലിം അവർക്ക് വേണ്ടിയിട്ടുള്ള ഭാവനമൊക്കെ വാദിക്കുന്നതൊക്കെ മലപ്പുറത്തെ ന്യൂനപക്ഷ സമുദായത്തിന് അറിയാം എന്താണ് മലപ്പുറത്ത് നടന്നതെന്ന്. അതുകൊണ്ട് ആ മലപ്പുറത്തും കണ്ണൂരിലും കോഴിക്കോടും ഒക്കെ മാർക്സിസ്റ്റ് പാർട്ടി എന്ത് സമീപനം എടുക്കുകയാണ്? ഈ റിയാസിനെ പോലുള്ള ആളുകൾ അൾട്ടിമേറ്റ് ആയിട്ട് എപ്പോഴും SDPI-യുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും നയങ്ങളല്ലേ ബാധിക്കുന്നത്. ഇത് യാദർശികമൊന്നുമല്ലല്ലോ. ഇവരുടെ നേതാക്കന്മാരിൽ നിന്ന് വരുന്ന ഈ വാദങ്ങളെല്ലാം തന്നെ സംഘപരിവാർ പ്രസ്ഥാനത്തിനും BJP-ക്കും എതിരായിട്ട് അവരെടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത് എല്ലാം തന്നെ ഈ വർഗീയ ഫാസിസ്റ്റ് സംഘടനകളുടെ നിലപാടുകളുമായി സാമ്യമുള്ളതാണ്. അത് അവർ ബോധപൂർവമാണ് കേരളത്തിൽ ന്യൂനപക്ഷ സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ച് BJP സംഘപരിവാർ പ്രസ്ഥാനത്ത് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം. അത് വിലപ്പോവില്ല. UP-യിൽ പോലും വിലപ്പോയില്ലല്ലോ. 82% മുസ്ലിങ്ങൾ ഉണ്ടായിരുന്ന മുറാദാബാദിൽ പോലും ആ മുസ്ലിം സ്ഥാനാർത്ഥിയെ ഒഴിവാക്കിയിട്ട് ഹിന്ദു സ്ഥാനാർത്ഥിക്ക് അല്ലെ BJP-യിൽ മത്സരിച്ച ഹിന്ദു സ്ഥാനാർത്ഥിക്ക് മുസ്ലിം സമുദായം ആത്മാർത്ഥമായി വോട്ട് ചെയ്ത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് ഇവരുടെ ഈ കള്ളപ്രചരണങ്ങളൊന്നും നടക്കില്ല. മലപ്പുറം തെരഞ്ഞെടുപ്പിലും ഇത് നടക്കില്ല. കേരളത്തിലെ മുസ്ലിം സംരക്ഷകരൊന്നും ഈ ചമയേണ്ട കാര്യമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തുച്ഛമായ കുറച്ച് വോട്ട് കിട്ടുമെങ്കിൽ ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളൊക്കെ അവർക്ക് നടത്തിക്കോട്ടെ, അതിലൊന്നും വില പോകില്ല. കാര്യം ജനങ്ങൾക്ക് വിവരമുണ്ട്, ജനങ്ങൾ ചിന്താശക്തിയുള്ളവരാണ്, പ്രതികരണ ശേഷിയുള്ളവരാണ്. അതുകൊണ്ട് ഈ പ്രചരണങ്ങളൊന്നും പോകില്ല. ഞങ്ങൾ ബീഫിനൊന്നും എതിരല്ലല്ലോ. ഞങ്ങൾ ബീഫിനെതിരുണ്ട്. ഞങ്ങൾ പറഞ്ഞോ ബീഫ് പാടില്ലാത്ത പറഞ്ഞില്ലല്ലോ. ഓരോ സംസ്ഥാനങ്ങളിലും അവിടെയുള്ള നിയമസഭ പക്ഷേ ഗവൺമെന്റ് അങ്ങനെയെങ്കിൽ JR പത്മകുമാർ, ഉത്തർപ്രദേശിലടക്കം നല്ല ബീഫ് വിതരണം ചെയ്യാമെന്നൊരു നിലപാട് സ്വീകരിക്കാൻ BJP-ക്ക് കഴിയുമോ? അങ്ങനെ ബീഫ് അത് അവർ ആ ഗവൺമെന്റാണ് ആലോചിക്കുന്നത്. എന്തായാലും ഇല്ലീഗൽ സ്ലാട്ടർ ഹൗസ് മാത്രമാണ് അവിടെ നിരോധിച്ചിട്ടുള്ളത്. സ്ലാട്ടർ ഹൗസുകൾ നിരോധിച്ചിട്ടില്ല. ഇല്ലീഗലായിട്ട് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്ലാട്ടർ ഹൗസുകൾ നിയന്ത്രിക്കാനും നിരോധിക്കാനും ധൈര്യം കാണിച്ചു. കേരളത്തിൽ അത്തരത്തിലുള്ള നിലപാടെടുക്കാൻ തയ്യാറുണ്ടോ? ഇല്ലല്ലോ. JR പത്മകുമാർ, KPM മജീദ് ലീഗ് നേതാവ് കൂടി നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ദയവായി തുടരുക. ശ്രീ KPM മജീദ്, BJP നല്ല ബീഫ് വിതരണം ചെയ്യാമെന്നാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി കഴിഞ്ഞ ദിവസം BJP സ്ഥാനാർത്ഥി ശ്രീപ്രകാശ് പറഞ്ഞത്. എങ്ങനെ കാണാനാകും BJP-യുടെ ഈ? നല്ലൊരു ഫലിതമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. കാരണം വളരെ അഭാസ്യമാണ് കേരളത്തിന്റെയും മലപ്പുറത്തെയും ജനങ്ങളുടെ പൗരബോധത്തെ പ്രദർശിക്കുക ചെയ്യുന്നത്. കാരണം എല്ലാവരും ദൃശ്യമാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും കാണുന്ന ആളുകളാണ് കേരളത്തിലെ ജനങ്ങളെ. അപ്പൊ എന്താണ് ഇപ്പൊ നടക്കുന്നത്, UP-യിൽ എന്ത് നടക്കുന്നു, ഗുജറാത്തിൽ എന്ത് നടക്കുന്നു, എല്ലാവരും കാണുന്നതാണ്. അവിടെ ബീഫിനെ സംബന്ധിച്ച് മാത്രമല്ല, കല്യാണം വീട്ടിൽ വന്ന് പോലീസുകാർ മാംസഭക്ഷണം തന്നെ ഉപേക്ഷിക്കുമെന്ന് പറയാണ്. ബീഫ് മാത്രമല്ല, അത്രയും ഗൗരവതരമായ രീതിയിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവിടെ നല്ല ബീഫ് നൽകുമെന്ന് പറയാൻ പറ്റും. ഒരു കാരണത്താൽ ഇവരൊന്നും ചെയ്യാനില്ലല്ലോ. ഇവിടെ കേരളത്തിൽ അവർക്ക് ബീഫിന്റെ എന്ത് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും നല്ല ബീഫ് തരും എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കുന്നവരൊന്നല്ല മലപ്പുറത്തെയും കേരളത്തിലെ ആൾക്കാർ. ബീഫ് ഒരു പ്രധാനമായ ഭക്ഷണമായിട്ട് അംഗീകരിക്കുന്ന കാര്യമൊന്നുമല്ല.
പക്ഷേ ഇങ്ങനത്തെ വാഗ്ദാനങ്ങളൊക്കെ ജനങ്ങള് പുച്ഛിച്ചേ തള്ളുള്ളൂ. ഇതൊന്നും പറയാൻ തന്നെ പാടില്ല. കാര്യത്തിനെങ്കിൽ ഒരു സ്ഥാനാർത്ഥി രീതിയിൽ പറയാന്ന് പറഞ്ഞാൽ എന്തായാലും പറയാം. വളരെ അഭാസ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്ഥാനാർത്ഥിയും BJP പറയുന്നത്. JR പത്മകുമാർ, എങ്ങനെ കാണാം ഈ നിരീക്ഷണത്തെ? നിങ്ങളെന്നല്ല ഞാൻ ഉദ്ദേശിച്ച കൈരളി എന്നുള്ളതല്ല, മാധ്യമങ്ങളും ചില ഇടതുപക്ഷ ബുദ്ധിജീവികളും നേതാക്കന്മാരും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ ബീഫ് തിന്നുന്നവരാണോ ഈ മുസ്ലിങ്ങൾ അത്രയും എന്നാണോ? അത് ആ ബീഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ആഹാരം മാത്രമാണ് എന്നുള്ള ധാരണയിലാണോ ഈ പ്രചരണം നടത്തുന്നത്? നിങ്ങളൊരു മുസ്ലിം കല്യാണത്തിന് ചെന്ന് നോക്കുക, വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നിടത്തായിരിക്കും മുസ്ലിം സമുദായത്തിൽ കൂടുതൽ ആളുകൾ. ആ അന്യമതസ്ഥരായിട്ടുള്ള ആളുകളാണ് കൂടുതൽ ചെന്നിരുന്ന് ഈ നോൺ വെജ് കഴിക്കാൻ താല്പര്യം കാണിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ആഹാര രീതി ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിൻ്റെതാണ്, ആ സമുദായത്തിന് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചർച്ച വരുമ്പോൾ ആ സമുദായത്തിനെതിരെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടത്തുന്നത്. ഇത് നാണക്കേടാണ്. ഇതല്ലല്ലോ ഇഷ്യൂ. കേരളത്തിലെ ഇഷ്യൂ എന്താ? കേരളത്തിൽ ഓരോ മിനിറ്റ് കഴിയുമ്പോൾ ഓരോ കുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു, സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു, കുട്ടികളെ കൊല്ലുന്നു, അതിക്രമങ്ങൾ നടക്കുന്നു. ഇതിനെക്കുറിച്ച് ഇതല്ലേ പരിഹരിക്കപ്പെടേണ്ടത്? ഇവിടുത്തെ ഒരു ഹോട്ടലിൽ ബീഫാണോ ഏറ്റവും വലിയ പ്രശ്നം? നിങ്ങൾ ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യൂ. ഈ ജനങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടി മതേതര ഗവൺമെന്റ് ഭരിക്കുന്ന ഇവിടെ 53 രൂപ അരിക്ക് വില, വർഗീയ ഫാസിസ്റ്റ് ഭരിക്കുന്ന സ്ഥലങ്ങളിൽ 23 രൂപ. അപ്പൊ ഇതൊക്കെയാണല്ലോ സ്ഥിതി. ഇവിടെ JR പത്മകുമാർ, ഒരു പാർട്ടി 2 നിലപാടെടുക്കുന്നതാണ് ഇവിടെ ചോദ്യചിഹ്നമായി വരുന്നത്. 2 നിലപാട് എടുക്കുന്നു. ഉത്തർപ്രദേശിൽ ബീഫ് വിതരണം ചെയ്യാൻ അനുമതി കൊടുക്കുന്നില്ല. അവിടെ ഒരുപക്ഷെ നിങ്ങൾക്ക് അവിടെ പറയാമായിരുന്നു അംഗീകൃതമായി നിയമപരമായി 60 ശാലകൾ അനുവദിച്ച് നല്ല ബീഫ് വിതരണം ചെയ്യാമെന്ന്. പക്ഷേ അവിടെ അതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ട് ഇവിടെ നല്ല ബീഫ് വിതരണം ചെയ്യാം എന്ന് വാഗ്ദാനം നൽകുന്നതിലാണ് സംശയം ഉളവാക്കുന്നത്. ഇങ്ങനെയല്ലല്ലോ. ഇതൊരു തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിയുടെ യോഗത്തിന് ഈ ആരെങ്കിലും ഇതേപോലെ ബീഫിനെ കുറിച്ചുള്ള ചോദ്യം ചോദിച്ച സമയത്ത് ഞങ്ങളെതിരല്ല, നല്ല ബീഫ് കഴിക്കുന്നതിൽ എന്താ തെറ്റെന്ന് പറഞ്ഞതിൽ എന്താ അതൊരു രാഷ്ട്രീയ പ്രചരണം. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് തീരുമാനമെടുക്കുക. 2 നിലപാട് ഞാൻ ചോദിക്കട്ടെ. ഇവിടെ CPM കോൺഗ്രസ് ഇവിടെ ഭയങ്കര മത്സരമല്ലേ? അതേപോലെ നിങ്ങൾ മറ്റ് പല സംസ്ഥാനങ്ങളിൽ ചെന്ന് നോക്കുക, എന്താ സ്ഥിതി? എല്ലാവരും ഒരുമിച്ച് മത്സരിക്കണില്ലേ? അപ്പൊ നിലപാടുകളും ഓരോ നയങ്ങളൊക്കെ ഓരോ സ്ഥലത്ത് ഇതേപോലെ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് ഒക്കെ എടുത്തിട്ടുള്ളൂ. ഞങ്ങളിതൊരു ഔദ്യോഗിക നിലപാടിൽ സ്ഥാനാർത്ഥി ഇലക്ഷൻ സമയത്ത് പറഞ്ഞു. പറഞ്ഞ സമയത്ത് ഇതിന് ബീഫുമായി ബന്ധപ്പെട്ട ആരോ പത്രപ്രവർത്തകനോ ആരോ ചോദിച്ച സമയത്ത് ഒരു അഭിപ്രായം പറഞ്ഞു. ഇതൊരു സംസ്ഥാന BJPയുടെ നിലപാട്. ഞങ്ങൾ ബീഫിന് എതിരല്ല. ഞങ്ങൾ പശുവിനെ കൊല്ലുന്നത് മാത്രമാണ്, കൗ സ്ലാറ്ററിനാണ്. അത് ഭരണഘടനാപരമായി കൗ സംരക്ഷണം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിലെ 24ഓളം സംസ്ഥാനങ്ങളിൽ ചെറുതും വലുതുമായ രീതിയിൽ ഇത്തരത്തിൽ നിരോധനമുണ്ട്. ചിലർക്ക് കാശ്മീരിൽ തന്നെ 10 വർഷമാണ് ശിക്ഷ. മുഹമ്മദ് റിയാസ്, ആരോ ചോദിച്ചപ്പോൾ സാധാരണ നൽകുന്ന മറുപടി എന്ന രീതിയിൽ വളരെ ലഘുവായി കാണുന്ന ഒരു സമീപനമാണ് നടന്നത് എന്നാണ് ഇപ്പോൾ JR പത്മകുമാർ പറയുന്നത്. അങ്ങനെ മാത്രം കാണാനാകുമോ? അങ്ങനെ കാണാൻ പറ്റുമോ? പത്മകുമാറിനെ പറയട്ടെ, എന്തിനാ അവര് അഖിലാഖിനെ കൊന്നത്? എന്തിനാ അവര് ന്യൂമാനെ കൊന്നത്? എന്തിനാ അവർ ഇന്ത്യ മുഴുവൻ ഇത്ര അക്രമം ഈ ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട് നടത്തിയത്? എന്തിനാ ഇവര് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിയമം പാസ്സാക്കിയത്? എന്തിനാ DYFI പോലൊരു പ്രസ്ഥാനം ബീഫ് ഫെസ്റ്റിവൽ, എന്ത് ഭക്ഷിക്കണമെന്നുള്ള പൗരന്റെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി ബീഫ് ഫെസ്റ്റിവൽ എന്ന സമരം നടത്തിയപ്പോൾ ഹൈദരാബാദിലും മുംബൈയിലും ഒക്കെ ആക്രമിച്ചത്? എന്തിനാ കേരളത്തിൽ അതിലൂടെ പ്രകടനം നടത്തിയത്? അപ്പൊ ഇവർക്ക് ആദ്യം ഒരു നിലപാട് ഇവർ പറയട്ടെ. പിന്നെ അദ്ദേഹം പറഞ്ഞു മുസ്ലിം സ്നേഹം, ആ വാക്ക് തന്നെ തെറ്റാ. ഇന്ത്യയുടെ ഭരണഘടനയിൽ സെക്യുലറിസം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവനും മതരഹിതനായി നിലകൊള്ളുന്നവനും അവന്റെ വിശ്വാസം സ്വസ്ഥമായി കൊണ്ടുപോകാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക. ഇന്ത്യയിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അത് സംരക്ഷിക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത്, അല്ലാതെ ഏതെങ്കിലും പ്രീണനല്ല. പിന്നെ നിങ്ങൾ ഈ പ്രീണനം എന്നൊക്കെ പറഞ്ഞ പേടിച്ച് മൂത്രമൊഴിച്ച് നിലപാട് മാറ്റുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കണ്ടിട്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട. ജാഫർ ഷെരീഫ് മോഹൻ ഭഗവതിനെ പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞു. SM കൃഷ്ണ ഇപ്പൊ BJPയിലേക്ക് മാറി. റിത്ത ബഹുഗുണ ഇപ്പൊ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പൊ BJP മന്ത്രിയാണ്. ജഗദാംബിക പാൽ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി ഇപ്പൊ BJPന്റെ പാർലമെന്ററി അംഗമാണ്. ഉത്തരാഖണ്ഡിലെ 5 മന്ത്രിമാർ കോൺഗ്രസ് നേതാക്കന്മാരാണ് BJPക്കാർ. ഇങ്ങനെ ഇവരൊക്കെ നിങ്ങൾ പറയുന്ന പേടിച്ച് മൂത്രമൊഴിച്ച് ചിലപ്പോൾ BJP ആവും. അത് കണ്ട് കമ്മ്യൂണിസ്റ്റുകാരെയും DYFIക്കാരെയും പഠിപ്പിക്കാൻ വരണ്ട. ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. ഇന്ത്യയിൽ നിങ്ങളുടെ മതവർഗീയതയാണ് അപകടകരം. കാരണം എന്താ? ഈ മതവർഗീയത ഇവിടുത്തെ രാജ്യത്തിന്റെ ഭരണം കൈയാളുന്നതാണ്. മറ്റു ചില രാജ്യങ്ങളിൽ IS പോലുള്ളവർ ഭരണം കൈയാളുന്നുണ്ട്. അവിടെ മുസ്ലിം മതത്തിന്റെ പേരിൽ ആ മതത്തിന്റെ ഗ്രന്ഥങ്ങളെ ദുർവ്യാഖ്യാനിച്ച് നടത്തുന്ന മതവർഗീയത തെറ്റാണ്. അതിനെതിരെ ശക്തമായ നിലപാടെടുക്കും. ആ സ്ഥലങ്ങളിൽ ISന്റെ പതിപ്പാണ് RSS. അതുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾ പ്രീണനം എന്നൊക്കെ പറഞ്ഞാല് ഞങ്ങൾ അതിലൊന്നും പേടിച്ച് നിലപാട് മാറ്റൂല. നിങ്ങൾ മനസ്സിലാക്കിയോ? അങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ നിലപാട് മാറ്റും.
നിങ്ങൾ പറഞ്ഞല്ലോ SDP സമാനമാണ് മുഹമ്മദ് റിയാസിനെ പോലുള്ള ഒരു നിലപാടെന്ന്. SDP എന്താ ഇതിനെക്കുറിച്ച് അഭിപ്രായം? ഇതേ മലപ്പുറത്ത് റിപ്പോർട്ടർ ചാനലിന്റെ ചർച്ചയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്യാൻ വന്നവരാ ഞങ്ങൾ നിലപാട് പറഞ്ഞ SDP-യും RSSും നിങ്ങൾ BJP ഒക്കെ ഒരു നാണയത്തിന് ഇരുവശാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. നിങ്ങളുടെ താല്പര്യം എന്താ? നിങ്ങളുടെ താല്പര്യം രാഷ്ട്രീയ താല്പര്യം, അധികാര താല്പര്യത്തിന് വേണ്ടി ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ്. അതാ നിങ്ങൾ നടത്തുന്നത്. അത് കോൺഗ്രസിനും UDF-നും ചെലവാകും. കമ്മ്യൂണിസ്റ്റുകാരെ നേരെ വരണ്ട. കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ പേടിക്കുന്നവരല്ല. കമ്മ്യൂണിസ്റ്റുകാർ ഈ നാടിന്റെ സെക്യുലറിസത്തിന് വേണ്ടി നിലകൊള്ളും. പിന്നെ അരിയുടെ വിലയൊക്കെ ഇതൊക്കെ നാട്ടുകാർക്ക് അറിയാം. അരിയുടെ വിലയും ഫേസ്ബുക്കിലൂടെ കള്ളപ്രചരണവും ഒക്കെ നടത്തി നിങ്ങൾ ആദ്യം ഈ രാജ്യത്തിന്റെ പൊതുവിതരണ ശൃംഖലയെ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇപ്പൊ അദാനിയല്ലേ നിങ്ങളെ നേതാവ്? അദ്വാനിയാണോ? അദ്വാനിയല്ല നേതാവ്, അദാനിയാണ്. ജയ്ഹിന്ദ് അല്ല നിങ്ങളെ മുദ്രാവാക്യം, ജിയോ ഹിന്ദാണ്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഈ രാജ്യത്തിന്റെ പൊതുവിതരണ ശൃംഖലയെ കോർപ്പറേറ്റുകളുടെ വീട്ടുപടിക്കൽ കൊണ്ട് സമർപ്പിച്ചു. എന്നിട്ട് വിലക്കയറ്റത്തെ കുറിച്ച് പ്രസംഗിക്കുക. ഇതൊക്കെ ദയവായി സമയപരിമിതി മൂലം മുഹമ്മദ് റിയാസ്, ശ്രീ KP മജീദ്, മുസ്ലിം വോട്ടുകളിലേക്ക് കടന്നു കയറാനുള്ള ഒരു BJP ശ്രമത്തിന്റെ ഭാഗമാണോ ഇപ്പോൾ ഇത്തരമൊരു വാഗ്ദാനം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായത്? KP മജീദ്. ഇല്ല, ഏതായാലും സമയപരിമിതി മൂലം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത പത്മകുമാർ, മുഹമ്മദ് റിയാസ്, എല്ലാവർക്കും നന്ദി.